ഹായ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ മുതിര വെച്ചുകൊണ്ട് നല്ലൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. മുതിര നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അത് ഒന്ന് ചൂടാറിയതിനു ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്നും പൊടിയാതിരിക്കണം, ഒന്ന് നടുമുറിഞ്ഞാൽ മാത്രം മതിയാകും. ഇതിൽ ധാരാളം പൊടികളും കല്ലുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് കൂട്ടിയിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. കുറച്ചധികം തന്നെ മുതിര ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചധികം എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. പല വിധത്തിലുള്ള റെസിപ്പികൾ ട്രൈ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പപ്പായ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ആദ്യമായി കുക്കറിൽ നമ്മുടെ പപ്പായ ചേർത്ത് അതിലേക്ക് മുതിരയും ഇതിനാവശ്യമായ ഉപ്പും 2 പച്ചമുളകും ചേർത്ത് അല്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഒരു 3 വിസിൽ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഓൾറെഡി വെന്തതാണ് മുതിര, നമ്മുടെ പപ്പായയുടെ വേവ് മാത്രം മതി. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് കൂടാൻ സഹായിക്കും. ഇതിലേക്ക് അല്പം കുറച്ചധികം തന്നെ ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കുക്കറിലെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയതും ഹെൽത്തി ആയിട്ടുള്ളത് മുതിരയുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. കർക്കിടക മാസമൊക്കെയാണ്, അപ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഷാസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.